പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സ്പീക്കറുടെ റെഡ് കാർഡ്. അമിത്ഷായ്ക്കെതിരായ പരാമർശങ്ങൾ ലോക്സഭാ രേഖകളിൽ നിന്നും നീക്കം ചെയ്തു. പാർലമെന്റിൽ വീണ്ടും വലിയ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ച ലോക്സഭാ സ്പീക്കറുടെ നിർണായക നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ വിവാദ പരാമർശങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രസ്താവനകളാണ് ലോക്സഭയുടെ ഔദ്യോഗിക രേഖകളിൽ നിന്നും സ്പീക്കർ ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നത്. സഭയുടെ ചട്ടങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും വിരുദ്ധമാണ് എന്ന വിലയിരുത്തലാണ് അതിലാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിനിടെ തന്നെ ഡൽഹി പോലീസ് സ്വീകരിച്ച നടപടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെക്കാൻ അമിത്ഷാ നിർദ്ദേശം നൽകിയതാകാം, അല്ലെങ്കിൽ അത്തരമൊരു സംഭവം നടന്നതുപോലും അദ്ദേഹം അറിഞ്ഞില്ലായിരുന്നു എന്നതായിരുന്നു രാഹുലിന്റെ ആരോപണം. ഇതിന് പിന്നാലെ തന്നെ ഭരണകക്ഷി എംപിമാർ അവിടെ ശക്തമായി തന്നെ പ്രതിഷേധിക്കുകയും പരാമർശങ്ങൾ രേഖകളിൽ നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെടുകയുമാണ് ചെയ്തത്. ഇത് കൂടാതെ തന്നെ അമിത്ഷാ പാർലമെന്റിൽ എത്താൻ ഭയക്കുകയാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ആത്മാവ് RSS പിടിച്ചെടുക്കുകയാണ്. പരീക്ഷാ സംവിധാനത്തെ അട്ടിമറിക്കുന്നത് RSS ആണ്. സ്വകാര്യവൽക്കരണത്തിലൂടെ വിദ്യാഭ്യാസം തകർക്കുകയാണ് തുടങ്ങിയ രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങളും സഭയിൽ വലിയ വാക്കേറ്റത്തിന് ഇടയാക്കിയിരുന്നു. അതുമാത്രമല്ല, വിദ്യാർത്ഥി പ്രതിഷേധം, പരീക്ഷാ ക്രമക്കേട്, വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിലായിരുന്നു രാഹുലിന്റെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചത്. എന്നാൽ വ്യക്തിപരമായ ആരോപണങ്ങളും സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ പ്രയോഗങ്ങളും ഔദ്യോഗിക രേഖകളിൽ ഉൾപ്പെടുത്താനാകില്ല എന്ന നിലപാടാണ് സ്പീക്കർ ചോദിച്ചത്. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളും ഭരണപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പും തമ്മിൽ ലോക്സഭയിൽ വീണ്ടും രാഷ്ട്രീയ പോര് ഇതോടുകൂടി തന്നെ കടുക്കുകയാണ്. പരീക്ഷാ ചോർച്ചാ വിവാദവും വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും ചർച്ച ചെയ്യുന്നതിന് ഇടയിലുണ്ടായ ഈ ഒരു സംഭവം പാർലമെന്റിലെ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ കൂടുതൽ ശക്തമാക്കുന്നുണ്ട്. അതായത് ജന്തർ മന്ദിറിലെ ആ പ്രതിഷേധത്തിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കുന്നു. അത് ചില വിദ്യാർത്ഥികൾക്കായി തന്നെ സംസാരിക്കാൻ അവസരം കിട്ടിയെന്നും, നിങ്ങളെ ബഹുമാനമില്ലാത്തവരെന്ന് മുദ്ര കുത്തുന്നവരെ നിങ്ങൾ എന്ത് വിളിക്കണമെന്ന് എന്നോട് സംസാരിച്ച പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ അവിടെ വലിയ രീതിയിൽ ഇഡിയറ്റ് എന്ന് അവർ മറുപടി നൽകിയതായും രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വിശദമാക്കിയിരുന്നു. ഇഡിയറ്റ് പരാമർശത്തിന് പിന്നാലെ തന്നെ സഭയിൽ ഭരണപക്ഷം ബഹളം തുടങ്ങുകയും ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്ന് രാഹുൽ മറുപടി നൽകുകയും ചെയ്തിരുന്നു. വിദ്യാർത്ഥികളുടെ പേരിൽ രാഹുൽ മര്യാദകെട്ട വർത്തമാനം പറയുന്നു എന്നതായിരുന്നു കിരൺ റിജിജു അടക്കം പ്രതികരിച്ചത്. രാഹുലിന്റെ പരാമർശം ഇവിടെ രേഖകളിൽ നിന്ന് മാറ്റണമെന്നും കിരൺ റിജിജു ആവശ്യപ്പെട്ടിരുന്നു. സഭയിൽ പ്രതിപക്ഷ ബഹളം രൂക്ഷമായതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഇപ്പോൾ സഭയുടെ രേഖകളിൽ നിന്ന് പോലും മാറ്റുന്നു അല്ലെങ്കിൽ ഒഴിവാക്കുന്നു എന്ന തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് സ്പീക്കർ ഇപ്പോൾ ഇത്തരത്തിൽ വിശദീകരണം നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.